ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു മട്ടൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, നാൻ, പിന്നെ ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. നോക്കാം നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ മട്ടൻ കറി വെക്കാനായിട്ട് മട്ടന് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ കുരുമുളക്, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീവ്സ് എല്ലാം ഇട്ട്, അതുപോലെ തന്നെ 1-2 പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം വേവിക്കുകയാണ് ഇതിൻ്റെ എല്ലാ സത്തും ഇറങ്ങി നന്നായിട്ട് വെന്തെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ വേകട്ടെ. ഇവിടെ അപ്പോൾ സബോള ഒരു 4-5 സബോള ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വേകാൻ വേണ്ടി, നല്ലൊരു ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോയും കൂടി ഇട്ടിട്ട്, അത്യാവശ്യം മസാലപ്പൊടികൾ കുറച്ച് ഇട്ടിട്ട്, നമ്മൾ മട്ടൻ ഗ്രേവി മിക്സ് ഉണ്ട്, അപ്പോൾ അതാണ് ഇടുന്നത്. അതിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വഴന്ന് വന്നിട്ട് നോക്കാം. ഇനി നമ്മൾ ഈ വഴന്ന് വന്ന സവോളയിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മട്ടൺ മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി റെഡിയാക്കണം. അപ്പം അതിനോടൊപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. മസാല റെഡിയായി. ഇതിന് നമ്മൾ ഈ മട്ടനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് അടയ്ക്കാം. നമ്മൾ ആ മസാല ഇട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഇത് നന്നായിട്ട് ഇനി വറ്റണം. അപ്പോൾ അത് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇതവിടെ നിന്ന് വറ്റട്ടെ, മീഡിയം ഫ്ലെയിമിലിരുന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിലേക്ക് നമ്മുടെ മട്ടൻ ഗ്രേവി മിക്സ്, ഇതാണ് ഇത് സുഹാനയുടെ മട്ടൻ ഗ്രേവി മിക്സാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് ഇത് തന്നെ ഇട്ട് വേണമെങ്കിലും കറി വെക്കാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചാറൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചിട്ടാണ് മതി. ഇത് ഒരു ടേസ്റ്റ്. നമ്മൾ കുറച്ച് മട്ടൻ ഗ്രേവി മിക്സൊക്കെ ഇട്ട് നമ്മൾ ഇപ്പം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായി. ഇനി ബാക്കി ഇതിനകത്തെല്ലാം റെഡിയാണോ എന്ന് നോക്കിയിട്ട് നമ്മുടെ മല്ലിയിലയും കൂടെ കുറച്ചിട്ട് വെക്കാം. ഇത് റെഡിയാകും. അപ്പോൾ ഇത് ആവട്ടെ. മല്ലിയിലയൊക്കെ ഇട്ട് നമ്മളത് ഒന്നിരുന്ന് ഇട്ട് നമ്മൾ സർവിങ് ഡിഷിലാക്കി എടുക്കുക. നല്ല സൂപ്പർ ഗ്രേവിന് ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി സർവിങ് ഡിഷിലേക്ക് ആക്കാം. നമ്മുടെ മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ പറ്റുന്ന ഒരു കറിയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ വിഭവങ്ങൾക്കായിട്ട്. താങ്ക് യു.